ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിങ്ങനെ വന്നിട്ടുള്ളത് ലഹരി വിരുദ്ധ ദിന ക്വിസിന് ചോദിക്കുന്ന 60 ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ലോക ലഹരി വിരുദ്ധ ദിനം എന്ന്? ജൂൺ 26 ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏത്? കാസർഗോഡ്. ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 1987 ഡിസംബർ 7 മുതലാണ്. അടുത്ത ചോദ്യം, വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനുമെതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത് എന്ന് പറഞ്ഞ മഹാൻ ആര്? ആൻസർ മഹാത്മാഗാന്ധിയാണ്. അടുത്ത ചോദ്യം, കൊലയാളി മരുന്ന് മയക്കുമരുന്ന് ഏത്? ബ്രൗൺ ഷുഗർ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം ഭാര്യമാരുണ്ടാക്കിയ സംഘടനയുടെ പേരാണ് ആൽക്കനോൺ. കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി 1985 പ്ലാസ്റ്റിക് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ രാജ്യം ഏത്? അമേരിക്കയാണ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത്? നിക്കോട്ടിനാണ് ആൻസർ. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത്? കൂളിമാറ്റാണ്. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. അടുത്ത് ലോക രക്തദാന ദിനം എന്നാണ്? ആൻസർ ജൂൺ 14. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ലോക പുകയില വിരുദ്ധ ദിനം എന്ന് മെയ് 31 ആൻസർ. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ലോക അഴിമതി വിരുദ്ധ ദിനം ഡിസംബർ 9. ലോക മണ്ണ് ദിനം ഡിസംബർ 5. ലോക വികലാംഗ ദിനം ഡിസംബർ 3 കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടനയാണ് WHO. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കൂളിമാടാണ്, കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ അടങ്ങിയിട്ടുള്ളതുമായ രാസവസ്തുവാണ് കാഡ്മിയം. മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വധശിക്ഷയാണ്. കേരളത്തിലെ ആദ്യ മദ്യ ദുരന്തം നടന്നത് എവിടെ? 1981 പുനലൂരിലാണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും എത്ര ദൂരം പരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത്? 100 വാരയാണ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഗരിഫേമ ആണ്, നാഗാലാൻഡിലാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഇടുക്കിയാണ്, കാഞ്ചിയാറാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏത്? കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കോട്ടയം ജില്ലയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പുകയില വിരുദ്ധ ദിനം എന്ന് മെയ് 31, അതായത് മാർച്ച് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ചയാണ്. ഓക്കെ. അടുത്ത വായ്പൻ മദ്യ ദുരന്തം നടന്ന വർഷം ഏത്? 1982. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് വിമുക്തി. അടുത്ത ചോദ്യം, വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? സച്ചിൻ തെണ്ടുൽക്കർ. രൂപീകരണം മുതൽ മദ്യനിരോധനം ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗുജറാത്ത്. മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിരോധനത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 47. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏത്? ചണ്ഡീഗഡ്. ആൽക്കഹോൾ എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അറേബ്യയിൽ നിന്നാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഒത്തൊരുമയും അച്ചടക്കവും എന്നത്? NCC ആണ്, നാഷണൽ കാഡറ്റ് കോർ ആണ്. ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഭൂട്ടാനാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര്? O സജിത. ഓക്കെ. അടുത്ത ചോദ്യം, കറുപ്പ് അതായത് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? പോപ്പി ചെടിയിൽ നിന്നാണ് കേട്ടോ. പോപ്പി ചെടിയുടെ ശാസ്ത്രീയ നാമം പാപ്പർസോണിഫെറം. അടുത്ത ചോദ്യം, ബാർലിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏത്? വിസ്കിയാണ്. ഏത് രാജ്യത്തിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത്? അറേബ്യയാണ്. ബ്രൗൺ ഷുഗറിൻ്റെ നിറം എന്ത്? വെള്ളയാണ് ആൻസർ.
അടുത്ത ചോദ്യം, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്ത്? വിമുക്തി. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ് കഫീൻ. ഏത് വിഭാഗക്കാരിലാണ് കൂടുതലും അപകടകാരിയായി മാറുന്നത്? പുകവലിക്കാരാണ്. മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏത്? ബ്രാൻഡിയാണ്. നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചോദ്യം നോക്കാം. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? ആൻസർ തേൻ എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സമ്മാനങ്ങളൊക്കെ നേടാം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ.